അടുത്തിടെ കിടിലൻ അമ്മ വേഷങ്ങൾ അവതരിപ്പിച്ച് പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് നടി മഞ്ജു പിള്ള. ഹോമിലെ കുട്ടിയമ്മ മുതലങ്ങോട്ട് രസകരമായ കഥാപാത്രങ്ങളാണ് നടിയെ തേടിയെത്തുന്നത്. അതേസമയം മഞ്ജുവിന്റെ വ്യക്തിജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളും മറുവശത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഛായാഗ്രാഹകൻ സുജിത് വാസുദേവും മഞ്ജു പിള്ളയും അവരുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെ ഇതിന് കാരണമെന്തെന്ന ചോദ്യം ഉയർന്നെങ്കിലും മറുപടി പറയാൻ ഇരുവരും തയ്യാറായില്ല. എന്നാൽ പിരിഞ്ഞ ശേഷവും യാതൊരു വെറുപ്പും ദേഷ്യവും കാണിക്കാതെ സൗഹൃദത്തോടെ മുന്നോട്ടു പോവുകയാണ് താരങ്ങൾ. ഇപ്പോഴും സുഹൃത്തുക്കളായി തുടരാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് മഞ്ജു ഇപ്പോൾ. അഭിമുഖത്തിലൂടെ സംസാരിക്കുമ്പോഴാണ് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചുമൊക്കെ മഞ്ജു പിള്ള മനസ്സ് തുറക്കുന്നത്. സുജിത്തുമായിട്ടുള്ള ഡിവോഴ്സിനെക്കുറിച്ച് ഇതുവരെ തുറന്ന് സംസാരിക്കാത്തത് അതൊക്കെ വളച്ചൊടിക്കപ്പെടുന്നത് കൊണ്ടാണെന്നാണ് നടി പറയുന്നത്. ഞങ്ങൾ രണ്ടാളും രണ്ട് വ്യക്തിത്വങ്ങളാണ്. എനിക്കും സുജിത്തിനും ഞങ്ങൾ രണ്ട് പേരുടെ വീട്ടുകാർക്കും യാതൊരു കുഴപ്പങ്ങളുമില്ല. ഞങ്ങൾ ഇപ്പോഴും നല്ല കോണ്ടാക്റ്റിൽ നിൽക്കുന്ന കുടുംബമാണ്. അച്ഛനും അമ്മയും വന്നപ്പോൾ സുജിത്തിന്റെ ഫ്ലാറ്റിൽ പോയി കണ്ടിരുന്നു. ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും നേരിൽ കാണുകയുമൊക്കെ ചെയ്യുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ സൗഹൃദത്തോട് മുന്നോട്ടു പോകുന്ന എന്നതാണ് വലിയ കാര്യം. ഞങ്ങൾ രണ്ടാളെയും ഒരുമിച്ച് നിർത്തുന്നത് മകളാണ്. എനിക്കും അദ്ദേഹത്തിനും മനസ്സമാധാനം തരുന്ന തീരുമാനമായിരുന്നു ഡിവോഴ്സ്. അതെന്തുകൊണ്ടും നല്ലതല്ലേ. ഡിവോഴ്സ് എന്നത് കോംപ്ലിക്കേഷൻ ആണെന്ന് പറയുന്നത് വെറുതെയാണ്. എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഞങ്ങൾക്ക് അതിന് സാധിച്ചില്ലേ. നാളെ ഒരു സ്ഥലത്ത് കാണുമ്പോൾ ചിരിച്ച് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് കെട്ടിപ്പിടിക്കാൻ പറ്റണം എന്നതായിരുന്നു എന്റെ ആഗ്രഹം. അതിന് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. 2000-ലായിരുന്നു മഞ്ജു പിള്ളയും സുജിത് വാസുദേവും വിവാഹിതരാവുന്നത്. ഈ ബന്ധത്തിൽ ദയ എന്നൊരു മകളും താരങ്ങൾക്കുണ്ട്. 24 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം 2024-ലാണ് തങ്ങൾ വിവാഹമോചിതരാവാൻ തീരുമാനിച്ചതെന്ന് താരങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. വിവാഹമോചിതരായതിന് ശേഷവും പരസ്പരം ബഹുമാനത്തോടെ പെരുമാറുന്നതിന്റെ പേരിൽ താരങ്ങൾ നേരത്തെ പ്രശംസിക്കപ്പെട്ടിരുന്നു. സിനിമകളുടെ കാര്യത്തിനും അല്ലാതെയും മുൻ ഭർത്താവിനെ നേരിൽ വിളിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യാറുണ്ടെന്നാണ് നടി വ്യക്തമാക്കുന്നത്.